PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഇന്നാണ്, ജൂലൈ 30. ഇന്ന് രാത്രി 12 മണി വരെയാണ് സമയമുള്ളത്. അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ ഫോം ആൻഡ് ഡു നോട്ട് ഹാവ് എനി റിയൽ വാല്യൂ. അസറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫിസിക്കൽ ഫോം ആൻഡ് ഡു നോട്ട് ഹാവ് എനി റിയൽ വാല്യൂ. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് റിയൽ വാല്യൂ ഇല്ലാത്ത, ഫിസിക്കൽ ഫോം ഇല്ലാത്ത, എന്നാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റിൻ്റെ ബെനഫിറ്റ് ഫ്യൂച്ചറിലും കിട്ടുന്നതാണ്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ഇതെല്ലാം ഫിക്റ്റീഷ്യസ് അസറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഉത്തരം കറൻറ്റ് അസറ്റ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ആ അസറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റാം. അതാണ് കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. കറൻറ്റ് അസറ്റ്സിൻ്റെ മറ്റ് പേരുകളാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ്, ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്. ഇതെല്ലാം ഫ്ലോട്ടിംഗ് അസറ്റ്സ്, സർക്കുലേറ്റിംഗ് അസറ്റ്സ്, ഫ്ലക്ച്വേറ്റിംഗ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നത് കറൻറ്റ് അസറ്റ്സ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എ ഡാഷ് അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എ ഡാഷ് അസറ്റ്. ഉത്തരം കറൻറ്റ് അസറ്റ്. കറൻറ്റ് അസറ്റിന് ഉദാഹരണമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓൾറെഡി പെയ്ഡ് ആണ്, അത് അസറ്റാണ്. എന്ത് തരം അസറ്റാണ് ചോദിച്ചാൽ അത് കറൻറ്റ് അസറ്റാണ്. കറൻറ്റ് അസറ്റ് നമ്മൾ പഠിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അസറ്റുകളെയാണ് കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതെല്ലാം കറൻറ്റ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ്. ഉത്തരം പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ബാലൻസ് ഷീറ്റാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ബാലൻസ് ഷീറ്റാണ്. ഒരു ബിസിനസ്സിൻ്റെ യഥാർത്ഥ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതുപോലെ ബിസിനസ്സിൻ്റെ മിറർ എന്നറിയപ്പെടുന്നതും ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് ഷോസ് only dash and dash accounts. Balance sheet shows only dash and dash accounts. ഉത്തരം റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും നോമിനൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിക്കില്ല. ഒരു നോമിനൽ ഐറ്റവും ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. പകരം റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. The arrangement of assets and liabilities in certain specific order in the balance sheet is called dash. The arrangement of assets and liabilities in certain specific order in the balance sheet is called dash. ഉത്തരം ഗ്രൂപ്പിംഗ് ഓർ മാർഷാലിംഗ്. അസറ്റ്സും ലയബിലിറ്റീസും ഒരു സ്പെസിഫിക് ഓർഡറിലായിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇതിനെ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷാലിംഗ് എന്ന് പറയും. ഈ ഗ്രൂപ്പിംഗ് രണ്ട് തരത്തിൽ ചെയ്യാം. അത് ലിക്വിഡിറ്റി ഓർഡറും പെർമനൻസ് ഓർഡറുമാണ്. ദ മാർഷാലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ഡൺ ഇൻ 2 വേയ്സ്. അത് ലിക്വിഡിറ്റി ഓർഡർ ആൻഡ് പെർമനൻസ് ഓർഡർ. ഷെയർ ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഷെയർ ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദി ഡാഷ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഉത്തരം ലയബിലിറ്റി സൈഡ്. ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണുള്ളത്. അതുകൊണ്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്.
ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഷെയർ ക്യാപിറ്റൽ ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഉത്തരം ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. ഇതിനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇത് മൂന്നും ബാലൻസ് ഷീറ്റിൻ്റെ കമ്പോണൻസ് ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാം, അതുപോലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം, അസറ്റും കണ്ടുപിടിക്കാം. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. മൈൻസ്, കോൾസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് അസറ്റ്സ്. മൈൻസ്, കോൾ എക്സെട്ര ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്സ്. ഉത്തരം വാസ്റ്റിംഗ് അസറ്റ്സ്. അസറ്റ്സ് സബ്ജക്റ്റ് ടു ഡിപ്ലഷൻ ആർ കോൾഡ് വാസ്റ്റിംഗ് അസറ്റ്സ്. ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന തരത്തിലുള്ള അസറ്റുകളെയാണ് വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. മൈൻസ്, ക്വാറി, അതുപോലെ എണ്ണപ്പാടങ്ങൾ ഇതെല്ലാം വാസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതി വിഭവങ്ങളെല്ലാം വാസ്റ്റിംഗ് അസറ്റ്സിന് ഉദാഹരണങ്ങളാണ്. ഈ ഒരു അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേമാണ് ഡിപ്ലഷൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏത് ഡിപ്രീസിയേഷൻ മെത്തേഡാണ് വാസ്റ്റിംഗ് അസറ്റിന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഡിപ്ലഷൻ മെത്തേഡാണ്. ഡിപ്ലഷൻ മെത്തേഡിനെയാണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻ അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് എ ഡാഷ് അസറ്റ്. ആൻ അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് എ ഡാഷ് അസറ്റ്. ഉത്തരം കണ്ടിൻജൻറ്റ് അസറ്റ്. അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ കണ്ടിൻജൻറ്റ് അസറ്റിന് ഉദാഹരണമാണ്. ഈ കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് കിട്ടിയേക്കാവുന്ന അസറ്റാണ്. അതായത് കണ്ടിൻജൻറ്റ് അസറ്റ്സ് ആർ അസറ്റ്സ് ദ എക്സിസ്റ്റൻസ്, വാല്യൂസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒക്കറൻസ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ്. ഒരു പ്രത്യേക സംഭവം നടന്നാൽ കിട്ടുമായിരിക്കും. അതാണ് കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അൺകോൾഡ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ ക്ലെയിം ഫോർ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, റീഫണ്ട് ഓഫ് ഒക്ട്രോയ് പെയ്ഡ് ഫോർ ഗുഡ്സ് ഇതെല്ലാം കണ്ടിൻജൻറ്റ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. ദ കോൺസെപ്റ്റ് ദാറ്റ് എ ബിസിനസ് എൻ്റർപ്രൈസ് വിൽ നോട്ട് ബി ക്ലോസ്ഡ് ഡൗൺ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഈസ് നോൺ ആസ് ഡാഷ്. The concept that a business enterprise will not be closed down in the near future is known as dash. ഉത്തരം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ബിസിനസ് അടുത്ത കാലത്തൊന്നും ക്ലോസ് ആവില്ല അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യില്ല എന്ന് അസ്യൂം ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ചാണ് ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എ ബിസിനസ് പ്രിപ്പയർസ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ബിസിനസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. The dash concept states that all fixed assets are recorded in the books of accounts at their purchase price. Dash concept states that all fixed assets are recorded in the books of accounts at their purchase price. ഉത്തരം കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യണം. ഈ കോസ്റ്റ് കോൺസെപ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസിലായിരിക്കണം എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ചാണ്. കോസ്റ്റ് കോൺസെപ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ പർച്ചേസ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസുമായിട്ട് ഈസിലി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫിക്സഡ് അസറ്റ് പർച്ചേസ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നത്. പർച്ചേസ് പ്രൈസിൽ ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ് അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആൻഡ് റെക്ടിഫൈയിങ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ ഡാഷ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആൻഡ് റെക്ടിഫൈയിങ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ ഡാഷ്. ഉത്തരം ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിലാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അതുപോലെ റെക്ടിഫൈയിങ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്യുന്നത്.
ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത് ഒരു സബ്സിഡിയറി ബുക്കാണ്. 8 സബ്സിഡിയറി ബുക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇങ്ങനെ 8 സബ്സിഡിയറി ബുക്കുകളാണുള്ളത്. ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു സബ്സിഡിയറി ബുക്കാണ്. ഈ അഡ്ജസ്റ്റിംഗ് എൻട്രീസും അതുപോലെ റെക്ടിഫൈങ് എൻട്രീസൊക്കെ പാസ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ് ഡാഷ്. ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം പോസ്റ്റിംഗ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പാസ് ചെയ്യുന്ന ജേണൽ എൻട്രീസാണ് റെക്ടിഫൈയിങ് എൻട്രീസ് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്യപ്പെടാത്ത ട്രാൻസാക്ഷൻസ് അത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള റെക്കോർഡ് ചെയ്യപ്പെടാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന എൻട്രീസാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ക്ലോസിംഗ് എൻട്രി. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി പാസ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി. ഒരു ജേണൽ എൻട്രിക്ക് ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയും. ഒരു ജേണൽ എൻട്രിക്ക് ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, ഡെബിറ്റും ക്രെഡിറ്റും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ളതിനെ സിമ്പിൾ ജേണൽ എൻട്രി എന്നും ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഉള്ളതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നുമാണ് പറയുന്നത്. എത്ര ഡെബിറ്റ് ഉണ്ടായാലും എത്ര ക്രെഡിറ്റ് ഉണ്ടായാലും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അതാണ് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ചാണ്. ഉദാഹരണം പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ക്യാഷ് അക്കൗണ്ട് 10,000. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഡെബിറ്റിലും ക്രെഡിറ്റിലും 10,000 എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഇനി കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഒരേ എമൗണ്ട് വരുന്നതാണ്. അതിന് ഉദാഹരണമാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അതുപോലെ ക്യാഷ് വിത്ത്ഡ്രോവൽ ഫ്രം ദി ബാങ്ക്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ഒരേ എമൗണ്ടാണ് വരുന്നത്. അതിനെ കോൺട്രാ എൻട്രി എന്ന് പറയും. സി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ഒരു സബ്സിഡിയറി ബുക്കാണ്. ജേണലായിട്ടും ലെഡ്ജറായിട്ടും ക്യാഷ് ബുക്കിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെൻറ്റുമാണ് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. എല്ലാ ക്യാഷ് റെസീറ്റ്സും ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നതിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ്, ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ് ഉത്തരം ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് ബുക്ക് സാധാരണ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് എന്നാണ്. Credit balance in cash book means overdraft. The amount given to petty cashier in advance is known as dash. The amount given to petty cashier in advance is known as dash. ഉത്തരം ഇംപ്രസ്ഡ് മണി. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് 4 തരത്തിലാണുള്ളത്. സിമ്പിൾ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെസീറ്റും പേയ്മെൻറ്റും മാത്രമാണ് കാണിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് കോളവും ബാങ്ക് കോളവും 2 സൈഡിലും ഉണ്ടാവും. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് കോളവും ബാങ്ക് കോളവും ഡിസ്കൗണ്ട് കോളവും 2 സൈഡിലും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് അലൗഡും ക്രെഡിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് റിസീവ്ഡും ആണ്. ഇനി പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കാണ്. ഇതിൽ പെറ്റി എക്സ്പെൻസസ് ആണ് കാണിക്കുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പെറ്റി ക്യാഷ്യർക്ക് ഒരു എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ടിനെയാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഗിവൺ ടു പെറ്റി ക്യാഷ്യർ ഇൻ അഡ്വാൻസ് ഈസ് നോൺ ആസ് ഇംപ്രസ്ഡ് മണി.
ഈ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ദ ടോട്ടൽ ഓഫ് ഓൾ പെറ്റി എക്സ്പെൻസസ് ഈസ് പോസ്റ്റഡ് ഇൻ പെറ്റി ക്യാഷ് ബുക്ക്. ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് ആൻ അസറ്റ്. ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇംപ്രസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് എന്നാണ്. ദ വേർഡ് ഇംപ്രസ്ഡ് മീൻസ് പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ്. ഫിക്സഡ് അസറ്റ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ ദി ഡാഷ്. ഫിക്സഡ് അസറ്റ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ ദി ഡാഷ്. ഉത്തരം ജേണൽ പ്രോപ്പർ. ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റിന് സെയിൽ ചെയ്തെങ്കിൽ അത് എൻട്രി ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ജേണൽ പ്രോപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സബ്സിഡറി ബുക്കാണ്. ജേണൽസ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി എൻറ്റേർഡ് ഇൻ എനി അതർ സ്പെഷ്യൽ ബുക്സ് ആർ കോൾഡ് ജേണൽ പ്രോപ്പർ. മറ്റ് സ്പെഷ്യൽ ബുക്കുകളിലൊന്നും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ട്രാൻസാക്ഷൻസ് ആണ് ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നത്. ജേണൽ പ്രോപ്പറിനെയാണ് ജനറൽ ജേണൽ ഓർ മിസലേനിയസ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ പ്രോപ്പറിൻ്റെ മറ്റ് പേരുകളാണ് ജനറൽ ജേണൽ ഓർ മിസലേനിയസ് ജേണൽ. അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, അസറ്റ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ്, റെക്ടിഫയിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഇതൊക്കെ പാസ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലൂടെയാണ്. ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഈസ് ഡാഷ്. ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഈസ് ഡാഷ്. ഉത്തരം ലെഡ്ജർ. ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറാണ്. എന്നാൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ട്സിൻ്റെയും കളക്ഷനാണ് ലെഡ്ജർ. അതുപോലെ ക്ലാസിഫിക്കേഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലെഡ്ജറാണ് ഉത്തരം വരിക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട് ബുക്ക് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ് ledger. A set of accounts of a specific business enterprise is called ledger. A ledger is a book of secondary entry. Capital expenditure is shown in the dash side of balance sheet. Capital expenditure is shown in the dash side of balance sheet. ഉത്തരം asset side of balance sheet. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ദ ബെനിഫിറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് സ്പ്രെഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവാം. ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് എ ഫിക്സഡ് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാനും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമൊക്കെ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻസസ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ബ്രോക്കറേജ് പെയ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ലാൻഡ്, വേജസ് പെയ്ഡ് ഫോർ ഇറക്റ്റിംഗ് ദ മെഷീനറി, കോസ്റ്റ് ഫോർ ഓൾഡ് ഓർ ന്യൂ മെഷീനറി, ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സ് അഥവാ ഫിക്സഡ് അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ലീഗൽ ചാർജസ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ഏൺ ചെയ്യുന്നതിന് വരുന്ന ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് റെക്കറിങ് ഇൻ നാച്ചുറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് റെക്കറിങ് ഇൻ നാച്ചുർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ഡെബിറ്റഡ് ഇൻ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്. ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് അഥവാ ഡേ ടു ഡേ എക്സ്പെൻസസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വ്യത്യാസമുണ്ട്. അത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്റ്റീഷ്യസ് അസറ്റ്, അതായത് അഡ്വർടൈസ്മെൻറ്റ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോസ്പെക്ടസ് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള ചാർജ്, ഓഫീസ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള ചാർജ്, ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. ഈ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമല്ല, വരുന്ന വർഷങ്ങളിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സിൻ്റെ ഒരു ഭാഗം ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുന്നത്. ബാക്കി ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ പഠിച്ചു.
അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ക്യാൻ ബി ടെമ്പററിലി പുട്ട് ഇൻ ടു ഡാഷ്. ഡിഫറൻസ് ഇൻ എ ട്രയൽ ബാലൻസ് ക്യാൻ ബി ടെമ്പററിലി പുട്ട് ഇൻ ടു ഡാഷ്. ഉത്തരം സസ്പെൻസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആവണം, രണ്ട് സൈഡും ഈക്വൽ ആവണം. അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ടെമ്പററിലി ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ അക്കൗണ്ടിനെ സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറൻസ് ഇൻ എ ട്രയൽ ബാലൻസ് ക്യാൻ ബി ടെമ്പററിലി പുട്ട് ഇൻ ടു ദി സസ്പെൻസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആണ്. ട്രയൽ ബാലൻസ് ഹെൽപ്സ് ഇൻ വെരിഫൈങ് ദ കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. ട്രയൽ ബാലൻസ് ഏത് സമയത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇയർ എൻഡിലാണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണോ, അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷേ ട്രയൽ ബാലൻസ് ഏത് സമയത്ത് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അറ്റ് എനി ടൈമാണ്. Trial balance is prepared at any time in a financial year. The preparation of trial balance is done after the preparation of ledgers. ലെഡ്ജർ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ടെമ്പററിലി ട്രാൻസ്ഫർ ചെയ്യുന്നത് സസ്പെൻസ് അക്കൗണ്ട്സിലേക്കാണ്. നമ്മൾ അക്കൗണ്ടൻസിയിൽ നിന്നുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.